കേരള സമൂഹത്തിന്റെ ചരിത്രത്തിൽ ശ്രീ എൽദോസും ഈ പുരുഷ കമ്മീഷൻ ബില്ലും സുവർണ ലിപികളാൽ എഴുതപ്പെടും. കാരണം മാറുന്ന കാലത്തിൽ സ്ത്രീകളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിഗണനയും മുൻഗണനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പുരുഷനെ അവഗണിക്കാത്ത ഒരു കാഴ്ചപ്പാട് ഈ ബിൽ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സാധാരണ പുരുഷൻ എന്ന രീതിയിലും ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന രീതിയിലും ഒരുപാട് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് സ്നേഹാദരങ്ങൾ അർപ്പിക്കും. ശ്രീ എൽദോസ് ആ ബില്ലിന്റെ ഒരു രൂപം കാണുകയുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. 2025 കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബില്ല്, അത് ഞാൻ നോട്ടീസ് കൊടുത്ത് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു വന്നു. എന്നാൽ ബില്ലിൻ്റെ അനുമതി ഒരു പാർട്ടിയുടെ അംഗം എന്ന രീതിയിൽ, UDF അംഗം എന്ന രീതിയിൽ, അത് UDF സംസ്ഥാന ചെയർമാൻ പ്രതിപക്ഷ നേതാവിൻ്റെ കൺസെൻറ്റ് വേണം, അവർക്ക് സബ്മിറ്റ് ചെയ്യണം, KPCCയുടെ കൺസെൻറ്റ് വേണം. ഏത് സ്വകാര്യ ബില്ലുകളും ഒരുപക്ഷെ സ്വകാര്യ ബില്ലായി വരേണ്ട ബില്ലല്ല ഇത് ഗവൺമെൻറ് കൊണ്ടുവരേണ്ട ഒരു ബില്ലാണ്. പിന്നെ ഈ ബില്ല് എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ്. പുരുഷ കമ്മീഷൻ ബില്ലാണെങ്കിലും അതിലൊരു അംഗം പ്രധാനപ്പെട്ട ഒരു വനിതയാണ്, യുവാക്കളുണ്ട്, അല്ലെങ്കിൽ വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന പുരുഷന് മാനസികവും ശാരീരികമായി വേദന ഉണ്ടാക്കുന്ന വ്യാജമായ കേസുകൾ വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കമ്മീഷൻ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ രജത ജൂബിലി ആഘോഷിച്ച് 25-ാം വർഷത്തിലാണ്. ഇപ്പോൾ കാലഘട്ടം ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പല കേസുകളും മുൻപിൽ വന്നത് നമുക്കറിയാം. ഇവിടെ പല രീതിയിലുള്ള ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് അവരുടെ മാനസിക പ്രശ്നങ്ങൾക്ക് സഹായം കൊടുക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന, ആത്മഹത്യയും തടയാൻ കഴിയുന്ന, ധൈര്യമായി സഞ്ചരിക്കാൻ പറ്റുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് സ്ത്രീയും പുരുഷനും കൂടി സംയുക്തമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ജെൻഡർ വ്യത്യാസമില്ലാതെ അത് തട്ടിപ്പോരുണ്ട്. പുരുഷന്മാരിലുമുണ്ട്, സ്ത്രീകളിലുമുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും കിട്ടുകയാണ്. അതേ അവകാശം പുരുഷനുമുണ്ട്. സ്ത്രീയും പുരുഷനും സമൂഹത്തിൽ തുല്യനീതി, തുല്യത വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി, നമ്മുടെ കേരളം എത്തി. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസവും വേണ്ട. സാമ്പത്തികമായ പ്രശ്നങ്ങൾ എല്ലാ സമുദായത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സാമുദായികമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും അവകാശങ്ങൾ തുല്യമാണ്, അവകാശങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരു ബില്ല് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ആ ബില്ല് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുകയാണ്. പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ, ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. എൻ്റെ കാലിക പ്രസക്തമായിട്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു ബില്ല് സമൂഹത്തിൽ ചർച്ച ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്താനോ അതിൽ പുതിയതായിട്ട് ചേഞ്ചസ് വരുത്തി ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശവും അംഗീകാരം എനിക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഫ്രണ്ട് ഒന്ന് കാണിക്കാൻ ഒരുപക്ഷെ കേരള സമൂഹം നാളെ ചർച്ച ചെയ്യുന്ന ഇനിയും വരുന്ന പല ദശാബ്ദങ്ങളും ഒരു ടെംപ്ലേറ്റായി സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ പോലും വളരെ ആകർഷണം തോന്നിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ ഒരു ബില്ലിന് ദേശീയ മാധ്യമങ്ങൾ വരെ വാർത്താ പ്രാധാന്യവും ചിലർ ചർച്ച വളരെ എടുക്കുകയുണ്ടായി. അത് വളരെ റെയറാണ്. എന്നാലും എല്ലാവിധ ആശംസകളും അങ്ങയുടെ അടക്കം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഹൈക്കോടതി പോലും സമീപകാലത്ത് സ്വരം മാറ്റുകയും അല്ലെങ്കിൽ ഒരു പരിവർത്തനം ഉണ്ടാകുകയും അത് സ്ട്രോങ് ആയി വരികയും ചെയ്തു പുരുഷന്മാർക്ക് വേണ്ടി. താങ്ക് യു. ഇതിലെ ഒരു കാര്യം കൂടി, ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി കൂടുതൽ പരിഗണന നൽകേണ്ടത് സ്ത്രീകൾ കാണുന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പുരുഷനെ അവഗണിക്കാതെ ഒരു പരിപ്രേക്ഷ്യം ആണ് ഈ ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ആധുനിക കാലത്ത് പുരുഷന്മാർ വെല്ലുവിളികൾ നേരിടുമ്പോൾ അവയെ കൂടി അവഗണിക്കരുത് എന്ന നീതിബോധമാണ് ഈ ബില്ലിൻ്റെ ആത്മാവ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബില്ല് വിവരിച്ചിരിക്കുന്നത്.